ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗിരീഷ്, ഓരോയിടത്തും നിർണായകമായ ഇടപെടലുകൾ, അത് എനിക്ക് തോന്നുന്നു ഒരു മാതൃകാപരമായ ഇടപെടലുകൾ തന്നെയാണ് നടത്തിയത്. അതിൻ്റെ ഒരു ഫലം കൂടിയാകാം കുട്ടി സുരക്ഷിതയായി തന്നെ തിരികെ എത്തുന്നത്. പിന്നെ കുട്ടിയും ആ രീതിയിൽ തന്നെ കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കുട്ടിയും മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിറങ്ങുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടിയെ കണ്ടെത്തുമ്പോൾ അപരിചിതരായ കുറച്ച് സ്ത്രീകൾക്കിടയിലായിരുന്നു. അവർ കുട്ടി അവരുടേതാണെന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമുക്കറിയില്ലെങ്കിലും അതൊരല്പം അപകടം പിടിച്ച നിമിഷങ്ങൾ തന്നെയായിരുന്നു അല്ലേ? സ്മിത, തീർച്ചയായിട്ടും അതൊരു അപകടം പിടിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ കുട്ടിയുടെ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ കുട്ടി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുട്ടിക്ക് മലയാളം അറിയില്ല, ഭാഷ അറിയില്ല, മറ്റു ഭാഷകൾ കുട്ടിക്ക് അറിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ തിരുവനന്തപുരത്തെ വഴി അറിയില്ല. കാരണം വന്നിട്ട് കുറച്ചുനാൾ മാത്രമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ മാസം 28-നാണ് ഈ കുട്ടിയും കുടുംബവും കഴക്കൂട്ടത്ത് ബ്ലോക്ക് ഓഫീസിന് സമീപം വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത്. സ്വാഭാവികമായി ഈ കുട്ടി അടുത്തുള്ള സ്കൂളിൽ ചേരുന്നു. പക്ഷേ അവിടുന്ന് അപ്പുറത്തേക്കുള്ള വഴികളെക്കുറിച്ച് കുട്ടിക്ക് അറിയില്ല. എങ്ങനെ തിരുവനന്തപുരത്ത് നഗരത്തിലേക്ക് എത്തണമെന്നോ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണമെന്നോ ബസ് സ്റ്റാൻഡിലേക്ക് എത്തണമെന്നോ ഒന്നും തന്നെ അറിയാത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സമയത്തും ഒരു ആപത് ശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഈ തെരച്ചിലിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഇന്നലെ രാത്രി അല്ലെങ്കിൽ മെനഞ്ഞാന്ന് രാത്രി 2 മണിക്കും ഒക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുമ്പോഴും ഓരോ CCTV ദൃശ്യങ്ങൾ അന്വേഷിക്കുമ്പോഴുമെല്ലാം നാട്ടുകാർ തന്നെയാണ് ഓരോ സ്ഥലത്തെ CCTV ക്യാമറകൾ കണ്ടെത്തി പോലീസിന് വിവരം നൽകുന്നതും ഒക്കെ ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ നാട്ടുകാരുടെ ഒരു വലിയ പങ്കാളിത്തം കൂടി ഈ തിരച്ചിലിന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, സ്മിത പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടിക്ക് വഴിയറിയാത്തത് കൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ധാരാളം ഇടവഴികളുണ്ട്. ഓരോ രാത്രിയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അപകടം പതിയിരിക്കുന്ന വഴികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഈ വഴിയിൽ കൂടെ പോകുന്നത് അത്ര ഒരു ഏറ്റവും സുരക്ഷിതമായ വഴിയൊന്നുമല്ല. സ്വാഭാവികമായും ഇത്തരം അപകടങ്ങളൊക്കെ പതിയിരിക്കുന്ന വഴികളിൽ കൂടിയാണ് ഈ കുട്ടി യാത്ര ചെയ്തത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കേരളം കഴിഞ്ഞാൽ ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒക്കെ ഈ കുട്ടി എന്ത് ചെയ്യും എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. കാരണം തമിഴ് അറിയില്ല. അതുകൊണ്ട് തന്നെ കുട്ടി മറ്റേതെങ്കിലും സംഘങ്ങളുടെ കയ്യിലകപ്പെടാൻ, നാടോടി സംഘങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ, ഇതെല്ലാം തന്നെ ഈ പ്രദേശത്ത് വളരെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ചില സംഘങ്ങളാണ്. സ്വാഭാവികമായും ഇതേക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒപ്പം പോലീസിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ ശ്രമവും പോലീസ് ഊർജിതമാക്കിയത്. ഈ കുട്ടിക്ക് അപകടം സംഭവിക്കാതെ കുട്ടിയെ കണ്ടെത്തുക, അതിനെ തിരിച്ചെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ലക്ഷ്യമിട്ടതും. അവസാനം ഈ കുട്ടി എടുത്ത ഈ ഒരു ഫോട്ടോ ഇത് ഒരു ലുക്കൌട്ട് നോട്ടീസാക്കി പുറത്തിറക്കാൻ പോലും, കാരണം കുട്ടിയെ കണ്ടെത്താനുള്ള കുട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വൈകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് പോലും നയിച്ചു. എന്നാൽ പിന്നീട് കുട്ടിയുടെ സുരക്ഷിതത്വം ഓർത്ത് പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. കാരണം ഇങ്ങനെ കുട്ടി മിസ്സായിട്ടുണ്ട് എന്ന ഒരു സന്ദേശം പുറത്തു വരുന്നത് മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ, കാരണം കന്യാകുമാരി അല്ലെങ്കിൽ ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത്, സന്ദേശം പുറത്തു വരുന്നത് കുട്ടിക്ക് ആപത്തുണ്ടാക്കും എന്നൊരു തിരിച്ചറിവിൽ പിന്നീട് ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഏതായാലും ഈ ട്രെയിനിൽ വെച്ച് അവസാനം കുട്ടിയെ ഈ മലയാളി സമാജം പ്രവർത്തകർ കണ്ടെത്തുമ്പോൾ പോലും കുട്ടി അപകടത്തിന് നടുവിലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഈ കുട്ടി ഇതൊന്നും അറിയാതെ ക്ഷീണിച്ച അവശയായി ഒരു ബർത്തിൽ കിടന്നുറങ്ങുമ്പോഴും അതിന് താഴെ ഉണ്ടായിരുന്ന ഒരു സംഘം സ്ത്രീകൾ ഈ കുട്ടി തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇത് കുട്ടിയെ അന്വേഷിച്ചു വന്ന ആൾക്കാരുടെ അടുത്താണ് ഇവർ ഇത് പറയുന്നതെന്നുള്ളതാണ് ഏറെ വിചിത്രമായ ഒരു കാര്യം. കാരണം മലയാളി സമാജം പ്രവർത്തകർ ട്രെയിനിലെത്തി ഓരോ ബോഗിയിലും ഈ കുട്ടിയെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ബർത്തിൽ കിടന്നുറങ്ങുന്ന ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. കാരണം സ്ലീപ്പർ ക്ലാസുകളിലുള്ള അന്വേഷണം അവർ അവസാനിപ്പിച്ച് ജനറൽ കമ്പാർട്ട്മെന്റിലെ ക്ലാസുകളിലേക്കുള്ള അന്വേഷണം തുടങ്ങുന്നത്. കാരണം കുട്ടിയുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിനാൽ തന്നെ കുട്ടി ഇത്തരത്തിൽ ജനറൽ കമ്പാർട്ട്മെന്റിലായിരിക്കാം കയറാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അലക്സറ മുഹമ്മദ് ഇത്തരത്തിലുള്ളൊരു സന്ദേശം അവിടുത്തെ മലയാളി സമാജം പ്രവർത്തകർക്ക് അയക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ തന്നെ നിങ്ങൾ തിരയണം എന്നുള്ള ഒരു സന്ദേശം അയക്കുന്നത്. സ്വാഭാവികമായി
ഇതനുസരിച്ചുള്ള ഒരു തിരച്ചിലിൽ കുട്ടിയെ കണ്ടെത്തുന്നത് ബെർത്തിന് മുകളിൽ കിടന്ന് ക്ഷീണിച്ച അവശയായി ഉറങ്ങുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. കാരണം കുട്ടിക്ക് നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടി കുറച്ച് ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ ആ സമയത്ത് താഴെ ഉണ്ടായിരുന്ന ആ സ്ത്രീകൾ പറഞ്ഞത് ഇത് തങ്ങളുടെ കുട്ടിയാണ്, തങ്ങളോടൊപ്പം വന്നതാണ് എന്നുള്ളതാണ്. തുടർന്ന് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ പോലെ അവിടെ ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ ടിക്കറ്റ് കാണിക്കാൻ പറയുമ്പോൾ മാത്രമാണ് ഇവർ പതറുന്നതും പിന്നീട് പോലീസിനെ വിളിക്കും എന്ന് പറയുമ്പോൾ ഇവർ അവരുടെ അവകാശവാദത്തിൽ നിന്ന് പിന്മാറുന്നതുമൊക്കെ. ഇത്തരത്തിൽ കുട്ടി ഈ 37 മണിക്കൂർ നടത്തിയ യാത്രയിൽ ഓരോ ചുവടുവെപ്പിലും അപകടങ്ങൾ പതിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും ആ ആപത്തൊന്നുമില്ലാതെ കുട്ടിയെ തിരിച്ചെത്തിക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞു. കേരള പോലീസിനും കഴിഞ്ഞു, അതോടൊപ്പം തന്നെ നാട്ടുകാർക്ക് കഴിഞ്ഞു. ഏതായാലും വലിയൊരു ആശ്വാസവും തന്നെയാണ് സ്മിത ഇപ്പോഴുള്ളത്. അതെ ഗിരീഷ്, ഇതിൽ ഓരോ കാര്യങ്ങളും ഓരോ ഇടപെടലുകളും വളരെ നിർണായകമായി എന്നുള്ളതാണ്. ഇപ്പോൾ ബബിത പറഞ്ഞു, ബബിത ഫോട്ടോ എടുക്കുമ്പോൾ കുട്ടിക്ക് കുറച്ച് ദേഷ്യമുണ്ടായിരുന്നു എങ്കിൽ പോലും ആ ഫോട്ടോ എടുക്കാൻ തോന്നുന്നു. അല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ അതങ്ങനെ ചെയ്യില്ലല്ലോ. കുട്ടി കരഞ്ഞു, അത് ശ്രദ്ധിച്ചു, ബബിതയും കൂട്ടുകാരിയും അങ്ങനെ ഫോട്ടോ എടുക്കുന്നു. അവിടെ മുതൽ വളരെ നിർണായകമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള റോളുകൾ അവിടെ വഹിച്ചിരുന്നു. അതുപോലെ നമ്മൾ ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ തുടങ്ങി രാത്രി മുഴുവൻ നീണ്ട ഇടവേളകളില്ലാതെ തന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെയും തുടർച്ചയായി തന്നെ ഇന്നലെ വൈകിട്ട് കുട്ടിയെ കിട്ടുന്നത് വരെ, രാത്രി കുട്ടിയെ കിട്ടുന്നത് വരെ നിന്നപ്പോൾ പല വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. മറ്റൊരു സംസ്ഥാനത്തേക്ക് കടന്നെങ്കിൽ പിന്നെ ഇവിടെ മലയാളത്തിൽ ചാനലുകളിൽ ഇങ്ങനെ കാണിച്ചിട്ട് എന്താണ് കാര്യം? ആ രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. മറ്റു വാർത്തകളില്ലേ? പക്ഷെ ഒരു പെൺകുട്ടിയുടെ ജീവൻ അത് സുരക്ഷിതമായി തിരികെ എത്തുന്നത് വരെ ഒരുമിച്ച് നിന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള വളരെ മാതൃകാപരമായ ഒരു ദൗത്യം, ആ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മൾ നിറവേറ്റിയത്. അതിന്റെ ഫലം ഇപ്പോൾ കണ്ടിരിക്കുന്നു. മനേഷ് മൂർത്തി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനേഷ്, ആ രീതിയിലാണ് ഇപ്പോൾ മലയാളി സമാജം പ്രവർത്തകർ, നമ്മൾ പണ്ടൊക്കെ തമാശയായിട്ട് പറയും ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാകുമെന്ന്. ഈ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും വളരെ കണക്റ്റഡ് ആണ് നമ്മൾ 24ന്റെ പ്രേക്ഷകരാണെങ്കിലും ആ രീതിയിൽ തന്നെയാണ്. ലോകത്ത് എവിടെ മലയാളി ഉണ്ടെങ്കിലും നമുക്ക് ആ സ്നേഹം ലഭിക്കുന്നുണ്ട്. അതൊക്കെ അനുഭവിക്കുന്നവർ കൂടിയാണ് നമ്മൾ. അതേ സ്നേഹമാണ് ഇപ്പോൾ ആ കുഞ്ഞിനെ കണ്ടെത്താൻ നമുക്ക് തുണയായതും, അല്ലേ മനീഷ്? തീർച്ചയായും സ്മിത, നമ്മളിപ്പോൾ ഇവിടെ രാവിലെ വന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ലൈവ് നിൽക്കുന്ന സമയത്ത് ഇവിടെ നിറയെ നമുക്ക് കാണാം ഓട്ടോ ഡ്രൈവർമാരും അതുപോലെ തന്നെ ടാക്സി ഡ്രൈവർമാരും ഒക്കെ ഉണ്ട്. അപ്പം അവർ വന്ന് നമ്മളോട് ചോദിച്ചു എന്താണ് വിഷയം, എന്താണ് നിങ്ങൾ രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് കാണാതെ ഒരു കുട്ടി, ആ കുട്ടി കിട്ടിയല്ലേ, ഇതല്ലേ കുട്ടി എന്ന് ചോദിച്ച് അവർ തന്നെ നമുക്ക് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വന്ന ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്ര വ്യാപകമായി തന്നെ ആ കുട്ടിയുടെ ഫോട്ടോ പ്രചരിച്ചിട്ടുണ്ട്. കാരണം എവിടുന്നെങ്കിലും ആരെങ്കിലും കണ്ടാൽ ആ കുട്ടി രക്ഷപ്പെടണം എന്നുള്ള അർത്ഥത്തിൽ തന്നെ അത്ര വ്യാപകമായി തന്നെ ആ കുട്ടിയുടെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് കൂടി ഒരാൾ വന്നിട്ട് എനിക്ക് ഫോട്ടോ കാണി, ഈ കുട്ടിയാണോ, രക്ഷപ്പെട്ടു അല്ലേ, വിശാഖപട്ടണത്തിനാണല്ലേ കിട്ടിയത്, ഇവിടുന്നാണോ കയറിയത് എന്നൊക്കെ അയാൾ ചോദിക്കുകയും ചെയ്തു. എന്തായാലും അങ്ങനെ ഓരോ ആളുകൾക്കും ആ വിവരം അറിയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത്, അപ്പോൾ ഈ 36 മണിക്കൂർ നേരം ഏകദേശം മുഴുവൻ കേരള സമൂഹം മുഴുവൻ അങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ ആ ഒരു ആശങ്കയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു വലിയ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ഫോട്ടോ എടുത്ത ഭവിത മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന എല്ലാ ആളുകളും ഓരോ ഘട്ടത്തിലാണ് ആ കുട്ടിയുമായി ബന്ധപ്പെടുന്നതും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാകുന്നതുമെല്ലാം. എന്തായാലും ഏറ്റവും ഒടുവിൽ അത് ആന്ധ്രയിലെ വിശാഖപട്ടണത്ത് ആ യാത്ര അവസാനിക്കുന്നു. സുരക്ഷിതമായ കരങ്ങളിലേക്ക് ആ കുട്ടി എത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമാവുന്നു 24 അലക്സ് റാം മുഹമ്മദ് നൽകിയ ഒരു അഭ്യർത്ഥന. അത് കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്നു അവിടുത്തെ മലയാളി സമൂഹം. അത് സ്മിത സൂചിപ്പിച്ചതുപോലെ എവിടെ പോയാലും മലയാളി ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ തന്നെ അവിടെയും ഉണ്ടായിരുന്നു ഒരു മലയാളി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു മലയാളി സമൂഹം അവിടെയും ഉണ്ടായിരുന്നു. അവർ വലിയ ആശങ്കയോടുകൂടി തന്നെയായിരുന്നു ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത്. അല്ലെങ്കിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. അത് ആ ഒരു ആശങ്ക അവർ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്തായാലും കൃത്യമായി തന്നെ കമ്പാർട്ട്മെൻറ്റുകൾ കയറി അവർ പരിശോധന നടത്തി. അത് ആ ഒരു വലിയ ഒരു വലിയ ആശങ്കയ്ക്കൊക്കെ പരിഹാരമായി വലിയ സന്തോഷത്തിലേക്കൊക്കെ അത് വഴിമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. കാരണം ഇതിപ്പോൾ ഒരു വീട്ടിൽ നിന്നും വെറുതെ വഴക്കിട്ട് ഇറങ്ങിയ ഒരു യാത്രയായി നമുക്കൊരിക്കലും ഇതിനെ കാണാൻ പറ്റുന്നില്ല. കാരണം കൃത്യമായി തന്നെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയായി തന്നെ ഒരു പക്ഷേ കാണേണ്ടി വരും. അവിടെ നിന്ന് കന്യാകുമാരിയിലെത്തുന്നു. കന്യാകുമാരിയിൽ നിന്ന് കൃത്യമായി ചെന്നൈ എഗ്മോറിലെത്തുന്നു. എഗ്മോറിൽ നിന്ന് അടുത്ത ട്രെയിൻ അത് അവരുടെ നാട്ടിലേക്കുള്ള സ്വദേശത്തേക്കുള്ള ട്രെയിനാണ്. ഹൗറയിൽ ഇറങ്ങി അവിടെ നിന്നും അസം ഗുവാഹത്തി അങ്ങോട്ടേക്ക് പോകാനുള്ള ട്രെയിനാണ്. അങ്ങനെ ഓരോ ഇടങ്ങളിലും വളരെ കൃത്യമായി തന്നെയാണ് ആ കുട്ടി ആക്ട് ചെയ്തിട്ടുള്ളത്. കൃത്യമായി തന്നെ ഓരോ ട്രെയിനുകളും കണ്ടെത്തി അല്ലെങ്കിൽ ആ ട്രെയിനുകളിൽ കയറി എൻ്റെ നാട്ടിലേക്ക് പോവുക
എന്നത് തന്നെയായിരുന്നു ലക്ഷ്യമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതെ. എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് കൃത്യമായി തന്നെ കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിയാണ് അത് മനേഷ്. അതുമായി കുഞ്ഞ് ബന്ധപ്പെട്ടുള്ള എന്തുകൊണ്ട് കൗൺസിലിംഗ് വീട് ആ കുട്ടിക്ക് വിട്ടിറങ്ങി കൊടുക്കണം എന്നുള്ള എന്ന് തന്നെയാണ് കാര്യത്തിലൊക്കെ നമുക്ക് തന്നെ കൃത്യമായ അന്വേഷണം നടത്തണം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ മണിക്കൂറുകൾ നീണ്ട യാത്രയായിരുന്നു. വല്ലാതെ പകച്ച് അമ്പരന്ന് സങ്കടത്തോടു കൂടിയാണ് ആ കുഞ്ഞിരുന്നത്. വളരെ ക്ഷീണതയായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിന് ഉണ്ടായിട്ടുള്ള ഒരു ആഘാതമുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കൗൺസിലിംഗ് ഒക്കെ തന്നെ കൊടുക്കണം. ആരോഗ്യ പരിശോധനകൾ നടത്തണം. അതൊക്കെയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായത് കുഞ്ഞ് സുരക്ഷിതയായി തന്നെ തിരികെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ആ മാതാപിതാക്കൾക്ക് കുട്ടിയെ കൈമാറുന്ന ആ നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ നിമിഷത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. അതിനുള്ള നിയമ നടപടികളൊക്കെ തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്.